എൻ്റെ ഉണ്ണീശോയ്ക്കും ദൈവമാതാവിനും 1000 നന്ദി. സഞ്ചാരമാതാവ് എനിക്ക് നൽകിയ അനുഭവ സാക്ഷ്യം ഇവിടെ സഞ്ചാരമാതാവിൻ്റെ മുമ്പാകെ കൃപാസനത്തിൽ വന്ന് പറയാൻ എന്നെ അനുവദിച്ചതിന് 1000 ഞാൻ നന്ദി പറയുകയാണ്. എൻ്റെ പേര് ലിറ്റി CJ. ഇതെൻ്റെ മകൻ ഫിഡൽ, മകൾ ലിയാൻഡ്ര. ഞാൻ തൃശ്ശൂർ അതിരൂപതയിൽ സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ചർച്ച് മൂന്നുംപറ എന്ന ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. ഞാൻ ആദ്യമായി കൃപാസനം മാതാവിനെ പറ്റി അറിയുന്നത് എൻ്റെ അമ്മയുടെ ചേച്ചി വല്യമ്മേൽ വഴിയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 സെപ്റ്റംബർ 27 ഞാൻ ഒരു ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി ഒരു ആയുർവേദ പഞ്ചകർമ്മ സെൻറ്റർ തുടങ്ങാനായി ഞാൻ ആലോചിച്ചു. മാതാവിനോടും കൂടെ ആലോചിച്ചിട്ടാണ് ആ തീരുമാനമെടുത്തത്. അങ്ങനെ അതിനുവേണ്ടി PMEGP എന്ന് പറയുന്ന ഒരു ലോൺ, അത് ഗവൺമെൻറ് സർക്കാർ നമുക്ക് ഒരു ആദ്യമായി തൊഴിൽ ആരംഭിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് അലോട്ട് ചെയ്തിരിക്കുന്ന ഒരു ലോണാണ്. അത് ഓരോ ബ്ലോക്കിലും വാർഡിലും പെട്ടവർക്ക് അതാത് ബ്ലോക്കുകാർക്ക് വാർഡുകാർക്ക് ഓരോ ബാങ്കിനെ ഓൾറെഡി ഗവൺമെൻറ് ഡെപ്യൂട്ടേഷൻ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് അനുവദിച്ചിരിക്കുന്ന ബാങ്കിലേക്ക് ഞാൻ അപേക്ഷിക്കുകയും എനിക്കതിൻ്റെ ഇൻ്റർവ്യൂ ക്ലിയർ ആവുകയും PMEGP ലോൺ സാങ്ഷൻ ചെയ്ത് കിട്ടുകയും ചെയ്തു. അങ്ങനെ PMEGPയുടെ ലോൺ എടുത്തത് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടും അതുപോലെ അതിൻ്റെ മെഷീനറീസിന് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ കൺസ്ട്രക്ഷൻ ചെയ്തു, അതിൻ്റെ ഗഡുക്കൾ കൃത്യമായി എനിക്ക് കിട്ടി. അതിൻ്റെ ഭാഗമായി രണ്ടാമത്തെ സെക്ഷനായിട്ടുള്ള മെഷീനറീസിന് വേണ്ടി ഞാൻ സംസാരിക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ ബാങ്കിൽ നിന്ന് എന്നോട് പറഞ്ഞത് ആദ്യം കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷം വരാനാണ്. ഞാനങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റായി ഞാൻ ബാങ്കിൽ സമീപിച്ചപ്പോൾ അപേക്ഷ വെച്ചു മെഷീനറീസിന് ഗവൺമെൻറ് അലോട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അപേക്ഷ വെച്ചിട്ടും എനിക്ക് അതിനൊരു മറുപടി കിട്ടുന്നില്ലായിരുന്നു. ഞാൻ പിന്നീട് ബാങ്കിൽ സമീപിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അവധി, അതായത് 12 മാസ കാലയളവിനുള്ളിൽ മെഷീനറീസ് റിലീസ് ചെയ്തില്ലെങ്കിൽ അത് ബാങ്ക് റിജക്റ്റ് ചെയ്യുമെന്നും നമുക്കത് ഒരിക്കലും റിലീസ് ചെയ്യില്ല എന്നാണ് ബാങ്ക് പറഞ്ഞത്. ഞാൻ പലതവണ അപേക്ഷ വെച്ചു. കാരണം ബാങ്കിൽ നിന്ന് എനിക്ക് ഒരു തവണ പോലും ഈ 12 മാസ കാലാവധിയെ പറ്റി ഒരു ഇൻഫർമേഷൻ തന്നിട്ടില്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ ബാങ്കിൽ നിന്ന് റെസ്പോണ്ടൊന്നും കാണാത്തതിനാൽ അവരുടെ ഹെഡ് ഓഫീസായ റീജിയണൽ ഓഫീസിൽ പോയി വിവരം പറയാൻ പറഞ്ഞു. റീജിയണൽ ഓഫീസിൽ പോയി അവിടെ പോയി ഞാൻ അപേക്ഷ വെച്ചു. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇത്ര തവണ നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നിരുന്നു, പക്ഷേ ഈ മെഷീനറീസിൻ്റെ ഉള്ള കാര്യങ്ങൾ എനിക്ക് നടക്കുന്നില്ല, എനിക്കിതിനെപ്പറ്റി ഇൻഫർമേഷൻ അറിഞ്ഞില്ലായിരുന്നു, എന്നോട് എനിക്കൊന്ന് ഇളവ് ചെയ്ത് തരണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഞാൻ അന്വേഷിച്ചറിഞ്ഞിരുന്നു. ഇതുപോലെ തന്നെ PMEGP ലോൺ എടുത്തിരുന്ന വേറൊരു വ്യക്തി, ആൾ 2 കോടിയോളം ലോൺ എടുത്തിട്ട് ആദ്യത്തെ ഗഡുവിൽ 1 കോടിയോളം എടുത്ത് ബാക്കിയുള്ളത് ടൈമിനുള്ളിൽ എടുക്കാതിരുന്നത് കൊണ്ട് അവർക്ക് ആ ലോൺ എമൗണ്ട് കിട്ടാതെ വരികയും ആ സ്ഥാപനം പൂട്ടിപ്പോവുകയും ചെയ്തു. ഇത്രയും പ്രതിസന്ധികളുടെ ഇടയിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതല്ലാതെ ഒരു ഫലം, ഒരു ലക്ഷ്യം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഞാൻ ഈ ഓട്ടത്തിനിടയിൽ, പാച്ചിലിനിടയിൽ 2023 സെപ്റ്റംബർ 27 ഞാൻ ചേർന്ന ഉടമ്പടി 4 തവണ പുതുക്കിയിട്ട് 5-ാം തവണ പുതുക്കേണ്ടിയിരുന്നത് ഡിസംബർ 2025 ഫെബ്രുവരി ആയിരുന്നിട്ടും ഞാനത് പുതുക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ എത്ര ഓടിയാലും എത്ര വലിയ ഉദ്യോഗസ്ഥരെ കണ്ടാലും എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി പുതുക്കാണ്ട് എനിക്കിതൊരിക്കലും നടപ്പാവില്ല എന്ന് മനസ്സിലായി. ഞാൻ ഈ മാസം 22-ാം തീയതി ഇവിടെ മാതാവിൻ്റെ മുമ്പിൽ വന്ന് 5-ാമതും ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി ശേഷം ഞാൻ 23-ാം തീയതി ഏത് ഓഫീസുകളാണോ എന്നോട് പറഞ്ഞത് ഇതൊരിക്കലും നടക്കില്ല, റിജക്റ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞത്, അതേ ഓഫീസുകളിലേക്ക് ഈ പറഞ്ഞ ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് വന്ന ശേഷം ഇവിടുന്ന് ഉപ്പും തൈലവുമായി ഞാൻ അതേ ഓഫീസുകളിലേക്ക് ചെന്നു. ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഞാൻ ഉപ്പ് വിതറി, ഞാൻ തൈലം കുരിശ് ഓഫീസിൻ്റെ വാതിൽ പുരട്ടിയിട്ടാണ് ഞാൻ അകത്തേക്ക് കയറുന്നത്. അവിടെ ചെന്ന് ഞാൻ പിന്നീടും അപേക്ഷ വെച്ചു. അവർ പറഞ്ഞു ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങൾ ബ്രാഞ്ചിൽ കൂടി സംസാരിക്കട്ടെ, ഡിസ്കഷൻ ചെയ്യട്ടെ. എന്നിട്ട് അവർ പെട്ടെന്നാണ് തീരുമാനമാവുന്നത്. 6 ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾ ബ്രാഞ്ചിലേക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരത് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു. ബ്രാഞ്ചിലേക്ക് പോയി സംസാരിച്ചു. അവരെത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എല്ലാ കാര്യങ്ങളും ഫോർവേഡ് ചെയ്തു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പെട്ടെന്നാണ് എനിക്ക് മാതാവ് നടത്തി തന്നത്. പക്ഷേ ലാസ്റ്റ് ചെറിയ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ 2 ഓഫീസേഴ്സ് തമ്മിൽ അത് സാങ്ഷൻ ആവാതെ നിൽക്കുകയായിരുന്നു. അങ്ങനെ വന്ന് ഞാൻ പിന്നെയും മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ, ഞാൻ എത്ര ഓടിയാലും എന്നെക്കൊണ്ട് എത്ര ചെയ്താലും എൻ്റെ മാതാവ് ഒരു നിമിഷം ഒന്ന് വിചാരിച്ചാൽ മതി എനിക്കത് നേടിത്തരാൻ. ഞാൻ എനിക്കിത് സാങ്ഷനായി കിട്ടുന്നുവോ
പിറ്റേ ദിവസം അടുത്ത ദിവസം ഞാൻ എൻ്റെ മാതാവിൻ്റെ മുമ്പാകെ ഈ സാക്ഷ്യം ഞാൻ പറയാമെന്ന് ഞാൻ വാക്ക് കൊടുത്തു മാതാവിന്. ഞാൻ 27-ാം തീയതി ഇന്നലെ 3ാമതും റീജിയണൽ ഓഫീസിൽ പോയി ഞാൻ പിന്നെ അപേക്ഷിച്ചു. അവർ അന്ന് തന്നെ മാതാവ് എനിക്കിതെല്ലാം നടപ്പാക്കി തന്നു. 27-ാം തീയതി എന്നൊരു ദിവസം ഈ മെയിലുകൾ ഒരു ബ്രാഞ്ചിൽ നിന്ന് കൊടകരയിൽ നിന്ന് എറണാകുളം നിന്ന് ചെന്നൈയിൽ നിന്ന് എറണാകുളം എറണാകുളം ടു കൊടകര ഓരോ ബ്രാഞ്ചുകളിലേക്കും നിമിഷ നേരം കൊണ്ടാണ് ഓടി ഓരോ മെയിലുകൾ ചെന്നതും അതിൻ്റെ ഫലം കണ്ടതും. ആ ഒരു എമൗണ്ട് 9,40,455 രൂപ ബാക്കിയുള്ള ഗഡുക്കുണ്ടായിരുന്ന എമൗണ്ട് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റായി ബാങ്ക് ബ്ലോക്ക് ചെയ്ത് വെച്ചത് റിലീസ് ചെയ്ത് തന്നു. എൻ്റെ മാതാവിന് 1000 നന്ദി. ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചത്. റീജിയണൽ ഓഫീസുകളും ബ്രാഞ്ച് ഓഫീസുകളിലും കയറുന്ന സ്ഥലത്ത് ആരും ചവിട്ടാത്ത ഭാഗത്ത് ഉപ്പിട്ടിട്ടാണ് ഞാൻ കയറിപ്പോയത്. അതുപോലെ ഉടമ്പടി തൈലം ഞാൻ എല്ലാ ഓഫീസുകളിലും ഏതെല്ലാം ഓഫീസുകളിലും ഞാൻ കയറിയോ ആ എല്ലാ ഓഫീസുകളുടെയും വാതിലുകളിൽ ആരും കാണാതെ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, പക്ഷേ എനിക്ക് വലുത് എൻ്റെ അമ്മയാണ്. അതുകൊണ്ട് എനിക്ക് വലുത് എൻ്റെ വിശ്വാസമാണ്. ഞാനത് ആരും കാണാതെ ക്യാമറകളിൽ പതിയാതെ ഞാൻ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് അറിയാതെ കുപ്പിയെടുത്ത് കയ്യിൽ തൈലമെടുത്ത് ഞാൻ കുരിശ് ഓരോ ഓഫീസ് റൂമിൻ്റെ വാതിലുകളിൽ ഓരോ ഓഫീസർമാരെ കാണാൻ പോകുമ്പോഴും ഓഫീസിൻ്റെ വാതിൽ പുരട്ടിയിട്ടാണ് ഞാൻ പോയത്. അതുപോലെ ഞാൻ ആ ഒരു ദിവസം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നുള്ളുപ്പ് എൻ്റെ വായയിലും അതുപോലെ തൈലം എൻ്റെ നെറ്റിയിലും കുരിശ് വരച്ചിട്ടാണ് പോയത്. അതുപോലെ തന്നെ ഈ ഉടുമ്പടി ഉപ്പെടുത്തതിന് ശേഷം ഞാൻ ഓഫീസുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പറഞ്ഞ സ്ഥാപനം പണി കഴിഞ്ഞ് മെഷീനറീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സ്ഥാപനത്തിലും എല്ലാവരുടെയും ഞാൻ തൈലം പൂശിയിട്ടാണ് പോയത്. അതുപോലെ തന്നെ വേറെ എൻ്റെ മകൻ ഫിഡൽ ജോസ് ഫെബിൻ മകൻ മാഴ്സ് കമ്പനിയുടെ ഇൻ്റർനാഷണൽ സ്പെല്ലിംഗ് ബേയിൽ മത്സരിക്കുകയും സ്റ്റേറ്റ് ലെവലെല്ലാം മത്സരിച്ച് നാഷണൽ ലെവൽ വരെ മത്സരിക്കാനിടയായി. അതും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എനിക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ എൻ്റെ ഈ കാലഘട്ടങ്ങളിലുണ്ടായാലും അതിനെല്ലാം എന്തെല്ലാം വരുമ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നൊരു വചനമാണ്, എന്നെ ശക്തനാക്കുന്നവനോട് എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. എത്ര തകർച്ചകളിലും എത്ര ബുദ്ധിമുട്ടുകളുണ്ടായാലും എപ്പോഴും മനസ്സിൽ ഓടി വരുന്ന വചനമാണ്. എന്നെ ശക്തനാക്കാൻ എൻ്റെ ഈശോയ്ക്ക് ലിറ്റിയെ ശക്തനാക്കാൻ പറയാനായിട്ട് ഒരു അമ്മ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഒരിക്കലും ഞാൻ ഒറ്റയ്ക്കാവില്ല. എൻ്റെ കൂടെ എപ്പോഴും മാതാവും ഉണ്ണീശോയും ഉണ്ടാവുന്ന പൂർണ്ണ ബോധ്യം എന്നിലുണ്ട്. ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ ഞാൻ പോകുന്നിടങ്ങളിലെല്ലാം എന്നെ കൊണ്ടാവുന്ന വിധം പാവപ്പെട്ടവരെ കാണുമ്പോൾ വിശക്കുന്നവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കും. ആവുന്ന വിധം എൻ്റെ കയ്യിലുള്ളൊരു തുക ഉള്ളത് എന്താണോ അത് അവർക്ക് കൊടുക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൃപാസനം പത്രം ഞാൻ റെയിൽവേ സ്റ്റേഷനുകളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും കൊടുക്കാറുണ്ട്. ഇവിടുന്ന് 22-ാം തീയതി 5ാമതായിട്ട് ഞാൻ ഉടുമ്പി പുതുക്കി പോയപ്പോഴും ഞാൻ ആദ്യം ഓർത്തത് എനിക്ക് ആദ്യം സാക്ഷ്യം നിറവേറട്ടെ, എന്നിട്ട് ഞാൻ ഉടമ്പടി പത്രം കൃപാസനത്തിലെ പത്രം ഞാൻ എല്ലാവർക്കും കൊടുക്കാം എന്നാണ് ആദ്യം ചിന്തിച്ചത്. പിന്നെ ഞാനിങ്ങനെ പോകുന്ന വഴിയിൽ ചിന്തിച്ചു, എനിക്കിത് എന്തായാലും എൻ്റെ അമ്മ നടത്തി തരും, പിന്നെ ഞാൻ എന്തിനാ മാതാവിനെ വെല്ലുവിളിക്കുന്നത്, എനിക്ക് എന്തായാലും അത് കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് തന്നെ കൃപാസന പത്രം ഇവിടെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എറണാകുളത്ത് എല്ലാ റെയിൽവേ സ്റ്റേഷനിലെ എല്ലാം കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. ജീവിതത്തിൽ എനിക്ക് വന്ന മാറ്റങ്ങൾ പ്രത്യേകമായി പറയാനുള്ളത്, ഞാൻ ചെറിയ കാര്യങ്ങൾക്കൊക്കെ സില്ലിയായി വിഷമിച്ചിരിക്കുന്ന ഒരു സ്വഭാവം എന്നിലുണ്ടായിരുന്നു. പക്ഷേ എന്നു മുതൽ ഞാൻ ഉടമ്പടി എടുത്തുവോ, എന്നു മുതൽ മാതാവിനെ പൂർണ്ണമായി ഞാൻ മനസ്സിലാക്കിയോ, അന്ന് മുതൽ ജീവിതത്തിൽ വരുന്ന ഓരോ വെല്ലുവിളികളും എല്ലാം അമ്മ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഉണ്ണീശോ എൻ്റെ കൂടെയുണ്ട്, എല്ലാം എനിക്കത് അതിജീവിക്കാൻ കഴിയും എന്നുള്ള ബോധ്യത്തിൽ എല്ലാ ചെറിയ ചെറിയ സങ്കടങ്ങളെല്ലാം വിട്ടുകളഞ്ഞ് ജീവിതത്തിലെ നന്മകളെ കണ്ടുപിടിച്ച് അതിലൂടെ ജീവിക്കാൻ എന്നെ മാതാവ് പ്രാപ്തിയാക്കി. ഇത്രയും ഈ ഒരു അവസരത്തിൽ എനിക്ക് മനസ്സിൽ വരുന്ന ഒന്നാണ്, ഒന്നുമില്ലായ്മയിൽ നമ്മളെ ചേർത്ത് നിർത്തുന്ന ദൈവമാണ്. ആ ഒരു സ്നേഹം എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം എൻ്റെ മരണം വരെ എൻ്റെ ഈശോയിലും എൻ്റെ മാതാവിലും എപ്പോഴും ഉണ്ടായിരിക്കും. ഈശോയ്ക്കും മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ സാക്ഷ്യം നിർത്തുന്നു. മാതാവിലും ഉണ്ണീശോയിലും ജീവിതകാലം മുഴുവൻ മരണം വരെ ഉറച്ചു വിശ്വസിച്ച് ജീവിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. സുഭാഷിതങ്ങൾ 3:6 നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടു കൂടെ ആവട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ലിറ്റി എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയൊരു പ്രതിസന്ധിയുടെ പരിഹാരമാണ് പരിശുദ്ധമ്മയുടെ തിരുനടയിൽ സന്തോഷാശ്രുക്കളോടുകൂടി സമർപ്പിക്കുന്നത്. മകളുടെ ഒരു പുതിയ സ്ഥാപനം തുടങ്ങുന്നതിന് അവസാന ഗഡുതുക ബാങ്ക് അത് തടഞ്ഞു വയ്ക്കുകയും അതിനെ അനുവദിക്കുവാനാവില്ല എന്ന തരത്തിൽ
അതിൻ്റെ പ്രവർത്തനം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാനാവാത്ത വിധം ഏറെ പ്രതിസന്ധിയിലേക്ക് മാറുമ്പോഴാണ് 5ാമത് ഉടമ്പടി പുതുക്കി അമ്മയുടെ കരങ്ങളിൽ പൂർണ്ണമായി തന്നെയും നിയോഗത്തെയും വിട്ടുകൊടുത്ത് അമ്മയുടെ സംരക്ഷണയിലേക്ക് ഈ വിഷയം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. മകൾ പറയുന്നുണ്ട്, സാധാരണ ബ്രാഞ്ചിൽ നിന്ന് റീജിയണൽ ഓഫീസിലേക്ക്, അവിടുന്ന് മറ്റ് ഓഫീസുകളിലേക്ക് ഈ പേപ്പറുകൾ ഇങ്ങനെ നീങ്ങുകയും ഉദ്യോഗസ്ഥർ ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് നടക്കാത്ത വിഷയമാണെന്ന തരത്തിൽ തടസ്സപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഏതൊരു ദുരിത വിഷയത്തിനെയും ഏറ്റെടുത്ത് അത് ജീവിതത്തിന് അനുഗ്രഹവും ദൈവത്തിൻ്റെ അടയാളവുമായി കൈമാറുന്ന പരിശുദ്ധമ്മയുടെ കരങ്ങളിലേക്ക് ഈ വിഷയം പൂർണ്ണമായി മനസ്സോടുകൂടി മകൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. കൃപാസനത്തിൻ്റെ പ്രത്യക്ഷീകരണത്തെ സഭ ഏറ്റെടുക്കുന്നതിനും ലോകം അംഗീകരിക്കുന്നതിനും അമ്മ മാതാവ് ദൈവശക്തിയോടുകൂടി അമ്മയെ തേടി വരുന്ന ആയിരങ്ങൾക്ക് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സ്വർഗീയ അനുഭവങ്ങൾ നൽകി കൈപിടിച്ച് നടത്തുന്നതാണ് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നിൻ്റെ പ്രശ്നം എന്തുമാവട്ടെ, നീ ജീവിതത്തിൽ ഇപ്പോൾ ഏതവസ്ഥയിൽ നിലനിൽക്കുന്ന സാഹചര്യമാവട്ടെ, അതേതിനെയും ദൈവനാമത്തെ പ്രതി ഗുണകരമാക്കി നൽകുവാൻ ഇപ്പോൾ ആയിരിക്കുന്ന സങ്കടങ്ങളിൽ നിന്ന്, ഇപ്പോൾ ആയിരിക്കുന്ന തകർച്ചകളിൽ നിന്ന്, ഇപ്പോൾ ആയിരിക്കുന്ന ഒറ്റപ്പെടലുകളിൽ നിന്ന്, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്ന് നിന്നെ കരകയറ്റിക്കൊണ്ട് നിൻ്റെ ജീവിതം സുരക്ഷിതമാക്കുവാൻ, നിൻ്റെ വിശ്വാസത്തെ ആഴപ്പെടുത്തുവാൻ, മറ്റനേകർക്ക് നിൻ്റെ ജീവിതത്തിലൂടെ ദൈവസ്നേഹം പങ്കുവയ്ക്കുവാൻ നമുക്ക് വേണ്ടി ഈ കാലഘട്ടത്തിൽ ഒരുക്കിയിരിക്കുന്ന പദ്ധതിയുടെ പേരാണ് മരിയൻ ഉടമ്പടി. ആ മരിയൻ ഉടമ്പടി ജീവിതത്തിൽ ആരൊക്കെ നമ്മളോട് ജീവിതം അവസാനിക്കുന്നു, ഇനി പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല, ഇനി തടസ്സങ്ങൾക്ക് പരിഹാരമില്ല എന്ന് പറയുമ്പോഴും ഇവിടെ ഒരമ്മ നമ്മളെ കാത്തിരുന്നു കൊണ്ട് കണ്ണീരൊപ്പിയെടുത്തുകൊണ്ട് ജീവിത വിഷയങ്ങൾക്ക് പരിഹാരം നൽകിക്കൊണ്ട് ഇന്നും ജീവിക്കുന്ന അമ്മയുടെ സാന്നിധ്യത്തെ, ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ പ്രവർത്തനത്തെ ലോകത്തിന് അടയാളപ്പെടുത്തുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷ്യാനുഭവങ്ങൾ. ഈ മകൾ കണ്ണീരോടെ പറയുന്നുണ്ട്, ഞാൻ കയറിയിറങ്ങി ഇനി ഒന്നും ചെയ്യുവാനാവാത്ത വിധം അലഞ്ഞു തിരിയുമ്പോൾ അവസാനം എനിക്ക് മനസ്സിലായി എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട സമയം കഴിഞ്ഞു. ഞാൻ അമ്മയുടെ അരികിൽ വന്ന് ഈ വിഷയം ഏൽപ്പിച്ചു കൊടുത്ത് ഒന്ന് സംസാരിച്ചിട്ടില്ല. അമ്മയുടെ കരങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന് ഈ വിഷയം ഏൽപ്പിച്ചു കൊടുത്ത് അമ്മ മാതാവിനോടൊരു വാക്ക് കൊടുത്തു പോയി. അമ്മ ഇത് ഏറ്റെടുക്കുന്ന നിമിഷം, ഈ ലോൺ അനുവദിച്ച് കിട്ടി, എൻ്റെ പ്രശ്നം പരിഹരിക്കുന്ന ദിവസം എത്ര ദൂരെയാണെങ്കിലും അടുത്ത ദിവസം അമ്മയുടെ അൾത്താരയിൽ വന്ന് ഇത് ഏറ്റു പറയുമെന്ന് ആ സന്തോഷത്തോടു കൂടിയാണ് തൊട്ടടുത്ത ദിവസം ഈ മകൾ ഈ അൾത്താരയിൽ വന്ന് ലോകത്തോട് വിളിച്ചു പറയുക, മനുഷ്യന് അസാധ്യമായത്, സിസ്റ്റങ്ങൾ തകർന്നു പോകുന്നത്, സാങ്കേതിക തടസ്സങ്ങളാൽ മുന്നോട്ട് പോകുവാനാവാതെ വിഷമിക്കുന്നത് എന്തുമാവട്ടെ, ദൈവകരങ്ങളിൽ വഴികളും പരിഹാരവുമുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുകയും അവനിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ജീവിത വിഷയം ഏൽപ്പിക്കുകയും ചെയ്താൽ പുതിയ വഴികളിലൂടെ നിങ്ങളുടെ ജീവിതങ്ങളെ ദൈവം സാന്ത്വനമുള്ളതാക്കും, സമാധാനമുള്ളതാക്കും, സുസ്ഥിതിയുള്ളതാക്കും. അതിൻ്റെ സാക്ഷ്യം ഈ അൾത്താരയിൽ ഈ മകൾ പങ്കുവെക്കുന്നു. പ്രയാസങ്ങൾ മാറി, ഭാരങ്ങൾ ലഘൂകരിച്ച് ജീവിതം ശുഭകരമാക്കിയ ഈ മകൾക്ക് ലഭിച്ച ദൈവാനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.